ബയോട്ട്സ് ആവാട്ടോ എനിക്ക് ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇല്ലാത്തവർ ശ്രദ്ധിച്ചു നോക്കിക്കോട്ടാ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അത് തന്നെ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ നമ്മള് അടുത്ത ചാപ്റ്റർ തുടങ്ങി, മൂവിങ് ചാർജസ്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ബയോട്ട് സാവാർട്ട് ലോ. ബയോട്ട് സാവാർട്ട് ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കയറിയിരുന്നു കേട്ടാ. എനിക്കില്ല, ഓക്കെ, ശ്രദ്ധിച്ചോ. ബയോട്ട് സാവാർട്ട് ലോ. അപ്പൊ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കൂളോംസ് ലോ പഠിച്ചില്ലേ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ വരുന്ന ഒരു ലോ ആണ് ബയോട്ട് സാവാർട്ട് ലോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൽ കൂടെ കറന്റ് പാസ് ചെയ്യണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് ചുറ്റും എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഈ ഒരു ഫീൽഡിൽ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യണേ. പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഒരു കണ്ടക്ടറിൽ കൂടെ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു എഴുതിക്കും. ഒരു കണ്ടക്ടറിൽ കൂടെ കറന്റ് പാസ് ചെയ്യണേണ്. അപ്പൊ ഇതിന് ചുറ്റും എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഒരു ഫീൽഡിൽ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. പോയിന്റ് പി എന്ന് പറഞ്ഞ് ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് r എന്നെടുത്തു. ഇത് തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്നെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ലോ പറയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ഒരു ചെറിയ പോർഷൻ ഓഫ് ലെങ്ത് കൺസിഡർ ചെയ്ത് dl. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ ഇവിടത്തെ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലോ ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് I. മാഗ്നറ്റിക് ഫീൽഡ് dB നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ചെറിയ പോർഷൻ ഓഫ് ലെങ്ത് ആണ്. അതുകൊണ്ട് ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് dB. ഓക്കെ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് I. Then magnetic field is directly proportional to length dl. Then magnetic field is directly proportional to theta, sin theta. Okay. Then magnetic field is inversely proportional to square of distance between them. Okay, ഇത് നാലും പഠിച്ചാൽ മതി. ഇത് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോ കിട്ടും. ഓക്കെ, മനസ്സിലായോ? കൂടെ പറയണം. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ത്രൂ ദ കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് dl ആൻഡ് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു sin theta. sin theta എന്ന് പറയുന്നത് ഈ കണ്ടക്ടറും ഈ ഒരു പോയിന്റ് p യും തമ്മിലുള്ള ആംഗിൾ ആണ് sin theta എന്ന് പറയുന്നത്. അടുത്തത് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ കണ്ടക്ടറും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്കിത് കമ്പൈൻ ചെയ്ത് എഴുതാം. കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ db പ്രൊപ്പോർഷണൽ ടു IDL sin theta by r square. Okay, dB proportional to IDL sin theta by r square. Then dB equal to proportionality constant മാറ്റി dB equal to mu 0 by 4 pi IDL sin theta by r square. Okay, ഇനി mu 0 നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കൂളംസ് ലോ പഠിച്ചു. സെയിം ലോ തന്നെ ഇവിടെ വരുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ വരുന്ന ലോ ആണ്. അവിടെ നമ്മൾ എപ്സിലോൺ 0 പഠിച്ചു. അതുപോലെ ഇവിടെ mu 0 എന്ന പെർമിയബിലിറ്റി 4 pi into 10 raised to -7. ഇതാണ് mu 0യുടെ വാല്യൂ. ടെസ്ല മീറ്റർ പെർ. ഞാനിപ്പോൾ ജസ്റ്റ് വാല്യൂ കാണിക്കാൻ വേണ്ടി എഴുതിയതേ. വാല്യൂ നോക്കിയാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിട്ട് ഫൈനൽ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ നോട്ടിലേക്ക് എഴുതിക്കോട്ടെ. ബാക്കിയുള്ളവർ എഴുതിയാ കിട്ടുന്നുണ്ടല്ലോ. എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇക്വേഷൻ ഒക്കെ എഴുതോട്ടെ. ഇവിടെ വരെ എഴുതി ബോക്സ് ചെയ്യാം. നല്ല കംപ്ലീറ്റ് ആവുമല്ലേ? ഏകദേശം എഴുതിയാ ഇത്ര എഴുതണോട്ടാ. ഇത്ര എഴുതണേ. ഫൈനൽ ഇക്വേഷൻ ബോക്സ് ചെയ്ത് നോക്കണോട്ടാ. എഴുതിയാ കഴിഞ്ഞ ക്ലാസ്സിലുള്ളവരോടാ. എന്താണ് mu 0 r അല്ല mu 0 എഴുതി.
ഒന്നുകൂടെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എനിക്ക് വേണ്ടി മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു. ഞാനെന്ത് പറയണോ ഒരു കണ്ടക്ടറിൽ കൂടെ പറഞ്ഞ് പാസ് ചെയ്യണം. നമ്മളിവിടെ പഠിച്ച മൂവിങ് ചാർജസ് ഫസ്റ്റ് 2 ചാപ്റ്റർ നമ്മൾ പഠിച്ച കേസ് എന്താ ചാർജസ് റെസ്റ്റിലായിരുന്നു അല്ലേ? റെസ്റ്റിലുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. മൂവിങ് ചാർജസ് കാരണം ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിച്ചപ്പോൾ ചാർജ് ഫ്ലോ ചെയ്യുന്ന കാര്യം പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് മൂവിങ് ചാർജസ്. അപ്പോൾ മൂവിങ് ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിന് ഉണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള കേസാണ് നമ്മൾ പഠിച്ചത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്. ഇപ്പോൾ ഒരു കണ്ടക്ടറിൽ കൂടെ കറന്റ് പാസ് ചെയ്ത് പോകുമ്പോൾ അതിന് ചുറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് ഒരു കണ്ടക്ടറാണ് ഞാൻ വരച്ചിരിക്കുന്നത് സ്ട്രേറ്റ് ആയിട്ട്. അതിൽ കൂടെ കറന്റ് പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ഇലക്ട്രിക് നമ്മൾ ചെയ്യും. കറന്റിന്റെ പോയിന്റ് ഓഫ് ആക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചേ അതുപോലെ ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് തന്നെ കമ്പയർ ചെയ്ത് ചോദിക്കാം. നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രിക് ഫീൽഡിന്റെ പോയിന്റ് ഓഫ് ആക്ഷൻ പഠിച്ചു അതുപോലെ ഒരു കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്ത് പോകുമ്പോൾ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് റീജിയനിൽ വരുന്ന ഒരു പോയിന്റ് ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഒരു ലോ ആണ് ബയോട്ട്-സാവാർട്സ് ലോ. അപ്പൊ അതിന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റ് ബി എടുത്ത് ഡിസ്റ്റൻസ് ഞാൻ ആറായിട്ട് ഫസ്റ്റ് നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെറിയ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യും. ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുക. ഈ ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ആ ഫസ്റ്റ് കൂടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഡി എൽ എന്ന് പറയുന്ന ലെങ്ത് സൈൻ ഫസ്റ്റ് ചാപ്റ്റർ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് കമ്പൈൻ ചെയ്തിട്ട് ജസ്റ്റ് കൂളോംസ് എടുക്കുന്ന തന്നെ ആ പ്രൊപ്പോർഷണാലിറ്റി കൂളോംസ് നമ്മൾ എന്താ കൊടുത്തത് 1/4πε0 കൊടുത്തില്ലേ അതുപോലെ ഇവിടെ 0/4π ജസ്റ്റ് ഒന്ന് എഴുതി എടുത്താൽ മതി. അതൊന്ന് എഴുതി കഴിഞ്ഞാൽ ലോ ആയിട്ട് കഴിഞ്ഞ ഫിസിക്സ് ക്ലാസ് ഗൗരി ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ഓക്കെ. അടുത്തത് വെക്റ്റർ ഫോം ഓഫ് ബയോട്ട്-സാവാർട്സ് ലോ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വെക്റ്റർ ഫോം ഓഫ് ബയോട്ട്-സാവാർട്സ് ലോ നമ്മൾ എഴുതാൻ പോകുന്നത് വെക്റ്റർ ഫോം. ഇതിന്റെ വെക്റ്റർ ഫോം എന്ന് പറയുമ്പോൾ 0/4π I കോൺസ്റ്റന്റ് ആണ് ഉള്ളത്. dl sin തീറ്റ. sin തീറ്റ എന്ന് വരുമ്പോൾ ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആയിരിക്കോ ഡോട്ട് പ്രൊഡക്റ്റ് ആയിരിക്കോ വരുന്നത്? ക്രോസ് പ്രൊഡക്റ്റ്. dl ക്രോസ് ഞാനിവിടെ ഒരു യൂണിറ്റ് വെക്റ്റർ കൺസിഡർ ചെയ്യണേണ് r ക്യാപ് ഡിവൈഡഡ് ബൈ r സ്ക്വയർ 0/4π I dl. r ക്യാപ് യൂണിറ്റ് വെക്റ്റർ r ക്യാപ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? r ക്യാപ് വെക്റ്റർ r ബൈ മോഡുലസ് ഓഫ് r അല്ലേ? അപ്പൊ നമുക്ക് ഈ യൂണിറ്റ് വെക്റ്ററിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വെക്റ്റർ r ബൈ മോഡുലസ് ഓഫ് r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് r എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 0/4π I dl. നമുക്ക് പുതിയ ഇപ്പോഴും ഇത് അടുത്തതാണ്. വെക്റ്റർ ഫോം വെക്റ്റർ ഫോം നമ്മൾ ബയോട്ട്-സാവാർട്സ് ലോ പഠിച്ച
കഴിഞ്ഞാൽ അതിന്റെ വെക്റ്റർ ഫോമിലുള്ള റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എഴുതിക്കോ. മനസ്സിലായോ? അത് മനസ്സിലാക്കി എഴുതണേ. വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനാണ് ഡി ബി. ആ ഇക്വേഷൻ മനസ്സിലായില്ലേ? ആ ഇക്വേഷൻ എഴുതിക്കുക. ഡി ബി ഈക്വൽ ടു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഡി ബി ഈക്വൽ ടു 0/4π ഐഡിയൽ sin theta by എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്ടർ ഫോമിൽ എഴുതണം. വെക്ടർ ഫോമിൽ എഴുതുന്നത് equal to mu0/4π ഐഡിയൽ ഐ കോൺസ്റ്റന്റ് ആണ് അങ്ങനെ sin theta എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് വരും. അതുകൊണ്ട് sin theta ക്രോസ് പ്രോഡക്റ്റ് sin theta ഇത്ര മതി. sin theta എന്ന് പറയുമ്പോൾ ക്രോസ് പ്രോഡക്റ്റ് വരും. സോ ക്രോസ് ഒരു യൂണിറ്റ് വെക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് യൂണിറ്റ് വെക്ടറിന്റെ വാല്യൂ ആണ്. യൂണിറ്റ് വെക്ടർ r ക്യാപ് എക്സ്പ്ലെയിൻ ഡിവൈഡഡ് ബൈ r സ്ക്വയർ. r ക്യാപ് എന്ന് പറയുന്നത് ഇക്വേഷൻ എഴുതുമ്പോൾ വെക്ടർ r ബൈ മോഡുലസ് ഓഫ് r ആണ്. Same
വ്യത്യാസം എന്താണ് വാക്ക് കഴിച്ചത് തിന്നുന്നത് കണ്ടൊന്നല്ലേ അതെ അപ്പൊ മരിച്ചത് കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയിട്ട് അല്ല കണ്ട ഫോൺ ഓഫാണ് ഓ അല്ല കിട്ടിട്ടില്ല ക്ലാസ് സംസാരിച്ചപ്പോൾ അവിടെ ഇന്നലെ വന്നു ഇല്ല കഴിഞ്ഞ 3 ദിവസം ഞാനത് ഇന്നലെ നീ വരാൻ ഇന്നെ കൂട്ടും എന്നെ പിന്നെ എന്ത് കൂട്ടും അഡ്രസ് എന്ത് കൂട്ടും എനിക്ക് പേടിയാണ് എന്നെ നീ ഞാൻ അതില് വിളിച്ചോണ്ട് പാരന്റ്സ് ഫാൻസ് ആണോ പാരന്റ്സ് അല്ല എവരിബഡി എങ്ങനെ പിസ്സ ഡിസ്കവറി ടാക്സ് മാത്രം കിട്ടുമോ സർ 20-17 കിട്ടിയ മോശമാണ് 20-17 കിട്ടിയ ഭയങ്കര മോശം വാർത്ത ഞാൻ പ്രതീക്ഷിച്ചു നിലപാടിന്റെ പ്രശ്നം
ആ? നീ 12 കിട്ടിയിട്ടോ നിന്റെ ഓക്കെ, അടുത്തത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കൂളംസ് ലോയിനെ ഇപ്പൊ പഠിച്ച ലോ ഏതാ? ബയോസാവാർട്സ് ലോ. ഓക്കെ, കൂളംസ് ലോയുടെ ഇക്വേഷൻ എന്താ? 1/4π/4πε0 ബയോസാവാർട്സ് ലോ. ഓക്കെ, ഇത് നോക്കിക്കേ, രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നില്ലേ? ഇല്ലേ? അപ്പൊ ഫസ്റ്റ് സിമിലാരിറ്റി എഴുതിക്കോ. ബോത്ത് ഓഫ് ദം ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. സിമിലാരിറ്റി കമ്പാരിസൺ. ഫസ്റ്റ് നമുക്ക് സിമിലാരിറ്റീസ് എഴുതണോട്ട. മെറ്റീരിയൽ ഇല്ല, ഇത് മെറ്റീരിയൽ ഇല്ല. Both of them obey inverse square law. അടുത്തത് നമ്മൾ കൂളോംസ് ലോയിൽ പഠിച്ചു. കൂളോംസ് ലോ പഠിച്ചപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നു നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ തന്നെ എന്ത് ഒബേ ചെയ്യും? ബയോസാവാർട്സ് ലോ ഒബേ ചെയ്യും. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, ബോത്ത് ഓഫ് ദം ഒബേ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇൻവേഴ്സ് സ്ക്വയർ obey inverse square law, obey principle of superposition. രണ്ടാമത്തെ പോയി Both of them obey principle of superposition. ഇനി ഇവിടത്തെ സോഴ്സ് എന്ന് പറയുന്നത് എന്താ? ചാർജ് ആണ്. Q1 Q2 ചാർജ്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ? ഐഡിയൽ അല്ലേ? കറന്റും ലെങ്തും ആണ് ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി? ഒരു ലീനിയർ ക്വാണ്ടിറ്റി അല്ലേ? അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ലീനിയർ ആണ്. ഓക്കെ, അതുകൊണ്ട് എഴുതി അടുത്ത പോയിന്റ്, സോഴ്സ് ഓഫ് ബോത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് source of charge and magnetic field is linear quantity. Source of charge and magnetic field linear quantity. Linear quantity. ഇതാണ് സിമിലാരിറ്റീസ് ആയിട്ട് വരുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? ഇവിടുത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. ചാർജ് എന്ത് ക്വാണ്ടിറ്റിയാ? സ്കെയിലർ ഓർ വെക്റ്റർ? സ്കെയിലർ ക്വാണ്ടിറ്റിയാ. ഇവിടുത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ അടുത്ത പോയിന്റ് എഴുതിക്കോ. സോഴ്സ് ഓഫ് കൂളോംസ് ലോ, സോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് is a scalar quantity. Source of Coulomb's law, source of electrostatic is a scalar quantity, and source of magnetic field is a vector quantity. Okay, അടുത്ത പോയിന്റ് എഴുതിയത് മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ. ഇവിടെ ആംഗിൾ ഉണ്ടാവും. ഇവിടെ ആംഗിൾ ഉണ്ടായില്ല, പക്ഷെ ഇവിടെ ആംഗിൾ ഉണ്ട്. അപ്പൊ കൂളോംസ് ലോ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംഗിൾ.
Biot-Savart's law is dependent on atom. അടുത്ത പോയിന്റ് എടുക്കുക എന്നിട്ട് പറഞ്ഞ direction of electrostatic force is the displacement vector joining source and field. The direction of magnetic field vector. Is perpendicular. അതായത് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് നമുക്ക് രണ്ട് ചാർജസ് ഉണ്ട് Q1 Q2. ഇതിനകത്ത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ സോഴ്സിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, കറന്റിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കേട്ടിട്ടുണ്ട്, ഇതിലും പഠിച്ചിട്ടില്ലേ, 10th പഠിച്ചിട്ടില്ലേ? അതെങ്ങനെയാ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുമ്പോൾ? തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ആൻഡ് curved fingers gives the direction of magnetic field. അറിയില്ലെങ്കിൽ എഴുതി വെച്ചോട്ടെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. തമ്പ് gives the direction of current and curved fingers gives the direction of magnetic field. അപ്പോൾ നോക്കിക്കേ, രണ്ടും പെർപെൻഡിക്കുലർ അല്ലേ, രണ്ടും സെയിം ഡയറക്ഷൻ ആയിരിക്കും. കറന്റിന്റെ ഡയറക്ഷൻ നേരെ പൊക്കത്തേക്ക് ആണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ പെർപെൻഡിക്കുലർ അല്ലേ, അതാ പറയുന്നത്. അറിയില്ലെങ്കിൽ എഴുതി വെച്ചോ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. Thumb gives the direction of current and curved fingers gives the direction of magnetic field. Magnetic field at any point on the axis of the circular coil. Magnetic field at any point on the axis of the circular coil. At any point on the axis of the circular coil. Okay. ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിൽ കൂടെ കറന്റ് പാസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇപ്പൊ നമ്മൾ കറന്റ് ഈ ഒരു കണ്ടക്ടറിൽ കൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ തമ്പ് റൂൾ വെച്ച് പറയുമ്പോൾ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ ഡയറക്ഷൻ അല്ലെ, ഈ ബോർഡിന്റെ ഉള്ളിലേക്കല്ലേ കാണിക്കുന്നത് ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ.
കണ്ടക്ടർ നേരെ നമ്മൾ തമ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്കാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത്. ഇനി ഈ ഒരു സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഔട്ട്വേർഡ് വരും. കാരണം ഇങ്ങനെ വെക്കുന്നത് നമ്മൾ ചരിഞ്ഞ് ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഔട്ട്സൈഡ്, ബോർഡിന്റെ പുറത്തേക്കായിരിക്കും. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇൻസൈഡ്. ഇത് മനസ്സിലായില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലായോ? ഓക്കെ, അതാണ് തമ്പ് റൂൾ പറയുന്നത്. ഇനി അടുത്തത് പാം റൂൾ, റൈറ്റ് ഹാൻഡ് പാം റൂൾ. പാം റൂൾ എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ടുണ്ടോ? നേരെ തിരിച്ചു വരും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. ഇനി പാം റൂൾ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചു വരും. തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കർവ്ഡ് ഫിംഗേഴ്സ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. അതൊന്ന് എഴുതി വെച്ചോടാ, റൈറ്റ് ഹാൻഡ് പാം റൂൾ. അത് സോറി, അത് സൈഡിൽ ഒരിടത്ത് എഴുതി വെച്ചോ, റൈറ്റ് ഹാൻഡ് പാം റൂൾ. അത് മെയിൻ ഹെഡിങ് ആയിട്ട് അവിടെ കിടന്നോട്ടെ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഞാൻ പറയുന്നേ ഉള്ളൂ. റൈറ്റ് ഹാൻഡ് പാം റൂൾ. Thumb gives the direction of magnetic field and curved fingers gives the direction of current. ഓക്കെ, അപ്പൊ പാം റൂൾ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു കണ്ടക്ടർ, ഇതിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യണം. അപ്പൊ നമുക്ക് പാം റൂൾ അപ്ലൈ നോക്കാം. പാം റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്ക്, ഇതിപ്പോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ ചെയ്യണത് അല്ലെ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ ചെയ്യണത്. അപ്പൊ നമ്മൾ പാം റൂൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നോക്കിക്കേ, കറന്റിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഔട്ട്വേർഡ് ആണ് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ട തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? പാം റൂൾ വെച്ച് പറയുമ്പോൾ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. കർവ്ഡ് ഫിംഗേഴ്സ് ആണ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? കറന്റിന്റെ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പൊ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് നിൽക്കുന്നത്? ഔട്ട്വേർഡ്. ഈ ബോർഡിന്റെ ഔട്ട്വേർഡിലേക്കാണ് നിൽക്കുന്നത്. ഇനി നേരെ നമുക്ക് തിരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നതെന്ന് വിചാരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോൾ എങ്ങനെ വരും? അപ്പൊ ഇത് പുറത്തേക്കാണ് വന്നത്. അപ്പൊ മറ്റേത് എങ്ങോട്ടായിരിക്കും? തിരിഞ്ഞു വരും. ഇത് ജസ്റ്റ് വരച്ച് വെക്കണമെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ എങ്ങനെയാ വരുന്നത് ഡയറക്ഷൻ വെച്ച്. കിട്ടുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു നോക്കി. ആ ബുക്കിലൊന്ന് വരച്ചിട്ടൊന്ന് പിടിച്ചു നോക്ക്, എന്നാലേ കിട്ടുള്ളൂ. കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ മനസ്സിലായി. ഇങ്ങനെ വെക്കുക വേണ്ട. അപ്പൊ കറന്റിന്റെ ഡയറക്ഷൻ അങ്ങോട്ടും, സോറി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നേരെ ഉള്ളിലേക്കായിരിക്കും പോകുന്നത്. ആ ബുക്കിലൊന്ന് വരച്ചിട്ട് ഒന്ന് പിടിച്ച് നോക്കിക്കുക, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ കിട്ടില്ല, ഈ റൂൾ ഇപ്പൊ പറയുമ്പോൾ കിട്ടുന്നുണ്ടോ കറക്റ്റ് ആയിട്ട്? വരച്ച് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പിടിച്ചു നോക്കട്ടെ എങ്ങനെയാ വരുന്നത്. പാം റൂൾ നമ്മൾ ഉപയോഗിക്കണത് എന്തിനാ? ഒരു സർക്കുലർ കോയിലിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ പാം റൂൾ ഉപയോഗിക്കുന്നത്. വരച്ചു അങ്ങനെ മനസ്സിലായ? വരച്ചിട്ടൊന്ന് കറക്റ്റ് ആയിട്ട് കൈ പിടിച്ച് നോക്കി കിട്ടുന്നുണ്ടോ നോക്കാം. അതേ രീതിയിൽ തന്നെ പിടിച്ച് നോക്കും. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. പാം റൂൾ വെച്ച് പറയുമ്പോൾ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡും കർവ്ഡ് ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറന്റ്. അപ്പൊ ആ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പിടിച്ചു നോക്കുക. ഇപ്പൊ കണ്ട ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെക്കുമ്പോൾ കണ്ട എന്റെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ വരുന്നത്? പുറത്തേക്കാണ് നിൽക്കുന്നത്. ഇത് നേരെ തിരിച്ചു വരുമ്പോഴത്തേക്കും എങ്ങനെ വരും? ഇങ്ങനെ വരും. തിരിച്ചു വരുമ്പോൾ കണ്ട നമ്മൾ ആ ഡയറക്ഷനിൽ തന്നെ വരക്കാം. കറന്റ് ഫ്ലോ ചെയ്യുന്ന ആ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ കൈ വെച്ചു കൊടുക്കുക, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ കണ്ട മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ പോകുന്നത്? അത് അതിന് ക്വാളിറ്റി കാണിക്കട്ടെ. ഇൻസൈഡ് ആകുമ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റണേ. തമ്പ് റൂൾ അല്ലേ? തമ്പ് റൂൾ മനസ്സിലായല്ല?
കറന്റ് പാസ് ചെയ്യണേ. അപ്പൊ കറക്റ്റ് കണ്ടത് ഇവിടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല കറന്റിന്റെ ഡയറക്ഷനിലാണ് ശ്രദ്ധിക്കണം. കറന്റിന്റെ ഡയറക്ഷനിലാണ് നമ്മുടെ കൈ വെച്ച് കൊടുക്കുക. നല്ല കിട്ടുള്ളൂ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കും. അപ്പൊ ഇപ്പൊ ഇവിടെ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചോട്ടെ. ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ കറന്റ് പാസ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പൊ കറന്റ് എന്റെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറന്റും കർവ്ഡ് ഫിംഗേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. തമ്പ് റൂളിൽ പാം റൂൾ വരുമ്പോൾ നേരെ തിരിച്ചു വരും. തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡും കർവ്ഡ് ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറന്റ് വരും. ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ട ഇവിടെ നോക്കിയിട്ട് ഈ സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡും ഈ സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയാം. ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വരും. ഇത് ഉള്ളിലേക്കായിരിക്കും ഈ ഡയറക്ഷൻ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും അത് വളഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് നിൽക്കുന്നതായിട്ടാണ് ഔട്ട് സൈഡിലേക്കായിരിക്കും കാണിക്കുന്നത്. ഇനി ഇത് വെച്ച് നമ്മൾ പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോൾ എന്റെ കൈ അതുപോലെ തന്നെ കൈ നമ്മൾ ഈ കറണ്ട് ഡയറക്ഷനിൽ തന്നെ വെക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇതെന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? പാം റൂൾ വരുമ്പോഴത്തേക്കും തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ പുറത്തേക്കാണ് നിൽക്കുന്നത്, ഔട്ട് സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഇത് നേരെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇങ്ങനെ വെച്ച് കൊടുക്കുക. കൈ നമ്മൾ വെക്കണം കറക്റ്റ് അതേ രീതിയിൽ തന്നെ വെക്കുക. വെച്ച് കഴിയുമ്പോഴത്തേക്കും തമ്പ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഉള്ളിലേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കായിരിക്കും കാണിക്കുന്നത്. മനസ്സിലായോ? ലാസ്റ്റ് വൺ ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് വെക്കുക. ഇപ്പൊ ഇത് എനിക്ക് കറക്റ്റ് കൈ വെച്ച് കാണിച്ചു തരാൻ പറ്റും. മറ്റേത് കൈ ചരിച്ച് വെക്കണം, നല്ല കറക്റ്റ് കാണിക്കാൻ പറ്റും. തിരിഞ്ഞ് വെക്കണം. ഓക്കെ മനസ്സിലായോ? ഇങ്ങനെയാണ് പോകുന്നത്. മനസ്സിലായോ? ഓക്കെ ഇനി അടുത്തത് ഇപ്പൊ കറന്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിന്റെ പൊളാരിറ്റി എന്തായിരിക്കും? സൗത്ത് പോളായിരിക്കും അവിടുത്തെ മാഗ്നറ്റ്. ഇപ്പൊ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റ് ഏതായിരിക്കും? മാഗ്നറ്റിന്റെ പൊളാരിറ്റി ഏതായിരിക്കും? സൗത്ത് പോളായിരിക്കും. അതാണ് കറക്റ്റ് ആയിട്ട് ഇപ്പൊ അതേ ഡയറക്ഷനിൽ തന്നെ വരച്ച് കാണിച്ചത് സൗത്ത് പോളായിരിക്കും. അപ്പൊ ഇവിടെ സൗത്ത് പോളാണ് ഇപ്പൊ കറന്റ്. ഇതിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യണേ. കറന്റ് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാകുമ്പോൾ മാഗ്നറ്റിന്റെ പൊളാരിറ്റി എന്തായിരിക്കും? ഇവിടെ സൗത്ത് ആയിരിക്കും. അതാണ് ഞാൻ വരച്ച് കാണിച്ചു. ഇത് പഠിക്കണം കേട്ടോ. ക്ലോക്ക് വൈസിലാണ് പോകുന്നതെങ്കിൽ മാഗ്നറ്റിന്റെ പൊളാരിറ്റി സൗത്ത് പോളായിരിക്കും. ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? നോർത്ത് പോളായിരിക്കും. ഇനി കറന്റ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുന്ന പൊളാരിറ്റി എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. ഇത് വരച്ച് വെച്ചോട്ടാ. കറന്റ് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവിടെ വരുന്ന പൊളാരിറ്റി സൗത്ത് പോൾ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് പുറകിൽ നോർത്ത് ആയിരിക്കും. പക്ഷെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ കാണുന്ന പൊളാരിറ്റി ഏതായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. ഇത് ചോദിക്കുക കേട്ടോ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവേ. ഇത് ആ ഒരു ഓർഡറിൽ തന്നെ വരക്കണോ? ടൈപ്പ് കണ്ട ഇത് പോകുന്നത് ഇങ്ങനെയല്ലേ? സൗത്ത്. മനസ്സിലായോ? അതായത് ഇപ്പൊ കറന്റ് ഫ്ലോ ചെയ്യുന്നത് കണ്ട കറന്റ് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റ് തന്നെ പഠിക്കുന്നത്. മാഗ്നറ്റിന് നമുക്ക് പൊളാരിറ്റി ഉണ്ടാവും. ഒരെണ്ണം സൗത്തും ഒരെണ്ണം നോർത്തും ആയിരിക്കും. അപ്പൊ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഇപ്പൊ ഇത് ഏതാണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പോകും.
ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പൊളാരിറ്റി ഏതാണ് അപ്പോൾ ജസ്റ്റ് ഇത് 2 മാർക്കിനായിരിക്കില്ല നമുക്ക് MCQ ടൈപ്പിലായിരിക്കും ചോദിക്കുന്നത് അത് നോക്കുമ്പോൾ പിന്നെ കറക്റ്റ് നേരെ തിരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ എങ്ങനെ വരും പൊളാരിറ്റി മനസ്സിലായോ കിട്ടിയാ അക്താബിന് കിട്ടിയാ ഇപ്പൊ പറഞ്ഞു മനസ്സിലായില്ല മറ്റേ റൂള് മനസ്സിലായോ റൂളും പറഞ്ഞു മനസ്സിലായില്ല അതായത് ഇപ്പൊ കറണ്ട് ഇത് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ഒരു മാഗ്നറ്റിന്റെ എന്ത് വന്നാലും ഒരു സൗത്ത് പോൾ ഒരു നോർത്ത് പോൾ ഉണ്ടാവും അപ്പൊ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഒരു കണ്ടക്ടറിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഇപ്പം എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ മാഗ്നറ്റിന്റെ ഒരു മാഗ്നറ്റ് ഉണ്ടാവും അതിന്റെ ഏത് പൊളാരിറ്റി ആയിരിക്കും എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ വരച്ചു നോക്കുക കറക്റ്റ് ആ ഡയറക്ഷനിൽ എന്നൊന്ന് കൊടുക്കുക നോർത്ത് പോളായിരിക്കും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ആ മാഗ്നറ്റിന്റെ എന്ത് പൊളാരിറ്റി സൗത്ത് പോൾ ഒരു മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ നോർത്ത് പോൾ ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും സൗത്ത് പോൾ ആയിരിക്കും ഒരു കറന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് വിചാരിക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇപ്പൊ ഈ ഒരു കണ്ടക്ടറിൽ കൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണമെന്ന് വിചാരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ പൊളാരിറ്റി ഏതായിരിക്കും ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇത് നോക്കി ഈ ഒരു കണ്ടക്ടറിൽ കൂടെ കറന്റ് പാസ് ചെയ്യുന്നത് സൗത്ത് അപ്പൊ ഇവിടെ അത് മനസ്സിലാക്കാൻ പറ്റും കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ അതിന്റെ ബേസിൽ നമുക്ക് പറയാനറിയാം പൊളാരിറ്റി ഏതാണ് മനസ്സിലായോ ഞാൻ എല്ലാം പറഞ്ഞു തരുന്നത് പൊളാരിറ്റി കണ്ടുപിടിക്കണം പൊളാരിറ്റി അറിയാൻ വേണ്ടി അത് പറയുന്നത് പാമ്പൂൾ അല്ലെങ്കിൽ കമ്പൂൾ നമുക്ക് ഉപയോഗിക്കാം സർക്കുലർ കോയിൽ ആയതുകൊണ്ട് പാമ്പൂളായിരിക്കും കൂടുതൽ നല്ലത് ഓക്കെ ഇനി അടുത്തത് പറയാം ഓക്കെ ഇത് ശ്രദ്ധിക്കണം ഡെറിവേഷൻ ആണ് ഗൗരി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കോയിൽ അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട് ഒരു സർക്കുലർ കോയിൽ ഉണ്ട് ആ സർക്കുലർ കോയിലിന്റെ ആക്സിസിൽ വരുന്ന ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഒരു സർക്കുലർ കോയിൽ വരക്കണം വരച്ച് പോയി സ്റ്റെപ്പ് ആയിട്ട് ഒരു സർക്കുലർ കോയിൽ വരച്ച് റേഡിയസ് ക്യാപിറ്റൽ ആർ ഇതിലുള്ള പോലെ തന്നെ പറഞ്ഞത് വരച്ചാ ഓക്കെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കോയിൽ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു സർക്കുലർ കോയിൽ വരച്ചു ഈ സർക്കുലർ കോയിലിന്റെ ആക്സിസിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ ആക്സിസിലുള്ള ഒരു പോയിന്റ് P എന്നെടുത്ത് ഓക്കെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് x സ്റ്റെപ്പായിട്ട് പറയണത് അത് ഓർത്ത് ചെയ്യാനാണ് എല്ലാം കൂടി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പകർത്തുമ്പോൾ ജസ്റ്റ് നോക്കി പകർത്തലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ ഓരോന്നും പറഞ്ഞു പോണത് ഒരു സർക്കുലർ കോയിൽ കൺസിഡർ ചെയ്തു അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ അവിടെ നിന്ന് ആക്സിസിലായിട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിസിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം ഈ സെന്ററിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കും ഡിസ്റ്റൻസ്
ഓക്കെ വരച്ചാ. ഇനി അടുത്തത് ഇവിടെ ഞാൻ DL എന്ന് പറയുന്ന ഒരു ചെറിയ ലെങ്ത് എലമെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്തത് നേരത്തെ ആദ്യം തന്നെ ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കും, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഒരു ചെറിയ ലെങ്ത് എലമെന്റ് DL എന്ന് പറഞ്ഞൊരു ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്തു. അതും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് R ആയിട്ട് എടുക്കാം. സ്മോൾ ലെറ്റർ R. ഓക്കെ വരച്ചാ. ഇനി നോക്കിക്കേ, ഇവിടെ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു സർക്കുലർ കോയിലിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഈ കോയിലിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ പാം റൂൾ അപ്ലൈ ചെയ്ത് പറയണത് ഇങ്ങനെയാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ എന്റെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? പാം റൂൾ വെച്ച് പറയുമ്പോൾ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിൽ എവിടെയാണ്, ഇവിടെ എവിടെയോ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ട കറക്റ്റ് ഈ ഒരു പൊസിഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ ഇമാജിൻ ചെയ്യാൻ, നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പോയിന്റ് P ഇവിടെ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഇവിടെയാണ് വരുന്നത്, പക്ഷെ നമുക്ക് ഇവിടെ വരച്ച് കാണിക്കാൻ പറ്റില്ല, ഇത് ഇമാജിനേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരച്ചേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കേ, അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? കറന്റും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലെ? അതുകൊണ്ട് ഞാൻ ഈ പോയിന്റില്, ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക ഇവിടെ ആയിട്ടായിരിക്കും ഈ പോയിന്റ് വരുന്നത്. നമ്മൾ വരക്കുമ്പോൾ കണ്ട കറക്റ്റ് 90 ഡിഗ്രിയിൽ ഇവിടെ ആയിരിക്കും വരുമ്പോൾ നമുക്ക് വരക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ വരക്കുന്നത്. അപ്പൊ നമുക്കൊരു 90 ഡിഗ്രി ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. കറക്റ്റ് ഈ ലെങ്ത്തിൽ നിന്ന് ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. അതാണ് DB. ഏതാണ് അത് വന്നതാ. നമ്മൾ ഇങ്ങോട്ടല്ലേ എടുക്കുന്നത്. അപ്പൊ 90 ഡിഗ്രി ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സാക്ട് 90 ഡിഗ്രിയാണ്. പക്ഷെ നമുക്ക് ഇവിടെ വരച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 90 ഡിഗ്രി വരച്ച് അവിടെ കാണിക്കുന്നേ ഉള്ളൂ. ശരിക്കും ഇമാജിൻ ചെയ്ത് നോക്കുവാണെങ്കിൽ കറക്റ്റ് ഇവിടെ ഒരു സർക്കുലർ കോയിൽ ഉണ്ട്. കറക്റ്റ് എടുക്കുമ്പോൾ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും ഡയറക്ഷൻ വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അവിടെ നമുക്ക് വരക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വരക്കുന്നേ ഉള്ളൂ. ഓക്കെ, അവിടെ നമ്മൾ കൺസിഡർ ചെയ്തു. കറക്റ്റ് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് വരക്കണേ. ഇനി നമുക്ക് ഈ കമ്പോണന്റിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. അതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ DB കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ലോ യൂസ് ചെയ്യാം? ബയോട്ട് സാവാർട്സ് ലോ യൂസ് ചെയ്യാം അല്ലെ? ഇപ്പൊ DB ഈക്വൽ ടു ബയോട്ട് സാവാർട്സ് ലോ എന്താണ്? μ0/4π IDL sin θ/r². D ലെങ്ത് എലമെന്റും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ R ആണ്. അതുകൊണ്ട് നമ്മൾ R² കിട്ടും. ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ എത്രയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു കറക്റ്റ് 90 ഡിഗ്രിയാണ് അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് തീറ്റയുടെ വാല്യൂ എന്തായി? 90 ഡിഗ്രി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? DB ഈക്വൽ ടു μ0/4π IDL/r². ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കമ്പോണന്റ് നമുക്ക് റിസോൾവ് ചെയ്യാം. ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഫൈ. അപ്പൊ ഇത് ഇവിടത്തെ ഈ കമ്പോണന്റ് എങ്ങനെ വരും? വെർട്ടിക്കൽ കമ്പോണന്റ് DB cos phi DB sin phi. ഓക്കെ, ഇത്രയും മനസ്സിലായ? സ്റ്റെപ്പ് ആയിട്ട് തന്നെ വരച്ചു പോണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ജസ്റ്റ് കോപ്പി ചെയ്ത് വരച്ചിട്ട് കാര്യമില്ല, ഓരോ പോയിന്റ് കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്യണേ. എഴുതിയത് വായിച്ചോട്ടെ, എഴുതിയ ഇത്രയും. ഇനി ഇവിടെ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഒരു ലെങ്ത് എലമെന്റ് ഞാൻ ഇവിടെയും കൺസിഡർ ചെയ്യണം. ഇവിടെയും ഒരു ലെങ്ത് എലമെന്റ് DL എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യണം. ഇവിടെ കൺസിഡർ ചെയ്തത് പോലെ തന്നെ ഇവിടെയും ഒരു ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതും തമ്മിലുള്ള ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? R തന്നെയായിരിക്കും. ഈ ലെങ്ത് എലമെന്റും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. അതുപോലെ തന്നെ ഇവിടെയും സെയിം, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ഇത് താഴെയായിട്ട് ഒരു ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്തു. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസും R തന്നെയാണ്.
ഓക്കെ, ഇനി ഇതിനെ നമ്മൾ നോക്കുമ്പോഴും ഇവിടുത്തെ ആംഗിളും എത്ര തന്നെയായിരിക്കും? 90 ഡിഗ്രി തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും എക്സാക്ട് ആയിട്ട് ഈ ലൈനിന് 90 ഡിഗ്രി ഒരു ലൈൻ വരക്കണം. ഇതാണ് ഡി ബി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യണം. ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യാം. ഈ കമ്പോണന്റ് എങ്ങനെ വരും? ഡി ബി കോസ് ഫൈ ഡി ബി സൈൻ ഫൈ. ഓക്കെ, ഇത് നമുക്ക് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബി എഴുതണം. ബി ഈക്വൽ ടു 2 ഡി ബി കോസ് ഫൈ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ള ഡി ബി സൈൻ ഫൈ ആഡ് ചെയ്യും. അപ്പൊ എങ്ങനെ വരും? 2 ഡി ബി സൈൻ ഫൈ. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട്. 2 ഡി ബി സൈൻ ഫൈ. ഇനി നോക്കിയേ, ഡി ബിയുടെ വാല്യൂ നമുക്കറിയാം. ഡി ബി നമ്മൾ കണ്ടുപിടിച്ച് എത്രയായിരുന്നു? 2 ഇൻറ്റു ഡി ബി എത്രയായിരുന്നു? μ0/4π IDL by R square. സൈൻ തീറ്റ ഇല്ല, നമ്മൾ 90 ഡിഗ്രി ആയിട്ട് കണ്ടുപിടിച്ചല്ലോ. ഇൻറ്റു സൈൻ ഫൈ. ഓക്കെ, ഇനി സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ സൈൻ ഫൈക്ക് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സൈൻ ഫൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ ഫൈക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 2 ഇൻറ്റു μ0/4π IDL R square. Opposite side by hypotenuse. R by R. അതിനകത്ത് ഇപ്പോ ആ മെറ്റീരിയലിന് വേറെ ഏതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു കമ്പോണന്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് കൺസിഡർ ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ ആൻസർ എത്തുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പറഞ്ഞു തരാവേ. ഇനി നമുക്ക് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയ പോർഷൻ ഓഫ് ലെങ്ത്തും ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡുമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ 2 μ0/4π കോൺസ്റ്റന്റ് ആണ്. I by R square R by R integral of dl. സാറാണ് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, dl ഇത് ശ്രദ്ധിക്കണേ. dl എന്ന് പറയുന്നത് ഇവിടെ ഒരു സർക്കിൾ അല്ലേ? സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ 2πr ആണ് അല്ലേ? 2πr ആണ്. പക്ഷെ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു dl കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഒരു dl കൺസിഡർ ചെയ്തു അല്ലേ? അതുകൊണ്ട് നമ്മളൊരു സെമി സർക്കിൾ പോലെ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും കൺസിഡർ ചെയ്ത്. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 ഡി ബി സൈൻ ഫൈ എന്ന് എഴുതിയത്. അതിൽ ഒരെണ്ണം മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. പക്ഷെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തു. അതുകൊണ്ട് ഹാഫ് എടുത്താൽ മതി. അപ്പൊ എങ്ങനെ വരും? πr 2 μ0/4π I by R square ഇത്ര എഴുതിയാ? ഓക്കെ, ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പൈ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് μ0 I R square divided by R cube. ഓക്കെ, ഇനി നമുക്ക് ആർ ക്യൂബിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആർ ക്യൂബ് ഇവിടെ നോക്കിക്കേ. ആർ സ്ക്വയർ ആർ എന്ന് പറഞ്ഞതല്ലേ? ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാലോ. ആർ സ്ക്വയർ, ഇവിടുത്തെ ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയാം. ആർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റൈസ് ടു ഹാഫ്. അപ്പൊ ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ആർ ക്യൂബ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റൈസ് ടു 3/2. ഓക്കെ, ഇനി നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. μ0 I R square 2 into R square plus x square raised to
at any point on the axis of a circular coil. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പകർത്തി വെക്കരുത്. കിട്ടിയാ മെറ്റീരിയലിൽ ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, മെറ്റീരിയലിൽ ഇവിടെ കണ്ട ഇവിടെ ഒരു കമ്പോണന്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. നമ്മൾ രണ്ടും കൺസിഡർ ചെയ്ത് അപ്പോൾ ഓൾറെഡി നമുക്കൊരു 2 ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 2πr കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സെമി സർക്കിൾ നമ്മൾ ഇവിടെ ഒരു ലെങ്ത് കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ ഉടനേക്ക് ഇവിടേക്ക് നമ്മൾ കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ഒരൊറ്റ കമ്പോണന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഒറ്റ കമ്പോണന്റ് മതി. അങ്ങനെയാണെങ്കിൽ ആ 2 വരില്ല, പകരം 2πr വരും. കിട്ടിയാ? ഒന്നുകൂടെ പറഞ്ഞുതരാം, പറയണം. നോക്കിക്കോട്ടാ, കിട്ടുന്നുണ്ടോ ചെയ്ത് നോക്കിക്കേ. വേഗം എവിടെയാ നിന്ന് പോണത് അവിടെ നമുക്ക് നോക്കാവുന്നുള്ളൂ. ചെയ്ത് നോക്കിക്കേ, എല്ലാവരും ചെയ്ത് നോക്കുന്നത്. അവ ചെയ്ത് നോക്കിക്കേ. അതാണ് നമ്മൾ ഇങ്ങോട്ട് വരച്ചു വെച്ചത്. ഇമാജിൻ ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിന്റെ റേഡിയസ് R ആയിട്ട്, ഇതും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് x ആയിട്ട്. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കും. അതിനുവേണ്ടി ഒരു ചെറിയൊരു ലെങ്ത് DL കൺസിഡർ ചെയ്യും. അപ്പോൾ അതിന് എപ്പോഴും ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് DL ഉം ഇതും തമ്മിലുള്ള ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ R എന്ന് എടുക്കും. ഇപ്പോൾ ബയോട്ട് സാവാർട്സിന്റെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അത് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത് എലമെന്റും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ R ആയിട്ട് തന്നെ എടുക്കും. അതുപോലെ ഇവിടെ R ആയിട്ട് തന്നെ എടുക്കും. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി. ഞാൻ പറഞ്ഞു ആംഗിൾ എത്രയായിരിക്കും, നമ്മുടെ ആംഗിൾ 90 ഡിഗ്രി. നമുക്ക് ഇവിടെ വരച്ച് കാണിക്കണം. ഇതിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ നമുക്കറിയാം എന്നുള്ള നമ്മൾ വരച്ച് കാണിക്കണം. ഈ ലൈനിൽ എക്സാക്റ്റ് ആയിട്ട് 90 ഡിഗ്രി ഈ ലൈനിൽ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. ഈ പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ്
മനസ്സിലായ
അത് ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യം ബാക്കിയുള്ള ഇത് ഡി ബി സൈൻ DB sin phi plus DB sin phi എന്ന് പറയുമ്പോൾ 2DB sin phi അതാണ് പിന്നെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് പോയിന്റ് ഓൺ ദ ആക്സിസ് ഓഫ് ദ കോയിൽ. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കും. n നമ്പർ ഓഫ് ടേൺസ് ഇപ്പോൾ ഒരു കോയിൽ എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ കുറേ ടേൺസ് ഉണ്ടാവും. അപ്പോൾ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? b equal to mu0 n I r square divided by 2 r square plus x square raised to 3/2. ഒരു n കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. n ടേൺസ് ഉണ്ടെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ പറയണം. ഇത് എഴുതി. അപ്പൊ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇത്ര എഴുതിയിട്ട് ഈ ഇക്വേഷൻ കൂടെ എഴുതിക്കോളാം കേട്ടോ.
ഡിവൈഡഡ് ബൈ 2 into r square plus x square. വെറുതെ എന്ത് ചെയ്താൽ മതി. ഇനി അടുത്തത് ഇപ്പൊ ഈ പോയിന്റ് ഈ സർക്കിളിന്റെ സെന്ററിലാണ് എന്ന് വിചാരിക്കും. പോയിന്റ് സർക്കിളിന്റെ സെന്റർ ആയിട്ട് ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെന്ററിലായിട്ടാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x is equal to 0 കൊടുത്തേ അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? അത് ആ കേസ് എഴുതട്ടാ. P is at the center of the coil. Point P is at the center of the coil. X equal to 0. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? മോഡിഫൈഡ് ഫോം. If P is at the center of the coil, magnetic field B equal to അടുത്തൊരു കേസ് 6 0 ആണെങ്കിൽ അതുകൂടി എടുക്കുന്നത് നിങ്ങൾ എഴുതിയാൽ മതി. ആ ഇക്വേഷനിൽ 6 0 ആക്കി കൊടുക്കുക. x 0 ആക്കി നമ്മൾ എഴുതി അടുത്തത് 6 0 ആക്കി കൊടുക്കുക. ആ സെയിം ഇക്വേഷൻ